സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല, പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത്. ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. രാഹുൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ അവിടെ കോടതിയിൽ ഇന്നലെ കോട്ട് ചെയ്തു. രാഹുൽ പറഞ്ഞ രാഹുൽ പറഞ്ഞു എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടിരിക്കാൻ പറ്റാണ്ട് രാഹുലിന്റെ ബാക്കിൽ നിന്ന് പറയേണ്ടത് പച്ചക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അതായത് എനിക്കിതൊന്നും താല്പര്യമില്ല. എന്റെ ഏതെങ്കിലും വളരെ ക്ലോസ് ആയ ഫ്രണ്ടാണോ ഇത് ഇട്ടേക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഞാൻ പോലും ചിന്തിക്കാത്ത ഇൻഫർമേഷൻ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അതൊന്നുമല്ല. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് മെൻസ് കമ്മീഷൻ പോലെയുള്ള ഒരു സംഘടന ആവശ്യമായിട്ടുള്ളത്. കാരണം ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തില്ല, അവര് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് പറഞ്ഞില്ലേ. ഇതൊന്നും കോടതി പോലും വിലയിരുത്തുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റവാളിയാക്കി കഴിഞ്ഞതാണ്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ആ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ, എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോ. അപ്പം പോസ്റ്റ് ഞാൻ വായിക്കാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനറിയില്ല. എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ എല്ലാ രാഹുൽമാരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്, എന്ത് കോണ്ടെക്സ്റ്റിലാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാ അതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന വാദങ്ങൾ ഉന്നയിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ ഈ വിഷയത്തിൽ പരാതിക്കാരി തന്നെ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി നൽകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, 14 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ ഈശ്വർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് രാഹുൽ ഈശ്വറിന്റെ വൈഫ് തന്നെയാണ്. മാം, 14 ദിവസത്തെ ജയിൽവാസത്തിലേക്ക് അടക്കം കഴിഞ്ഞ ദിവസം പോകുമ്പോൾ കോടതി വിധി അടക്കം കേട്ടിട്ടുണ്ടാകും. അപ്പം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ശരിക്കും ജയിൽവാസം അനുഭവിക്കേണ്ടുന്ന ഒരു ശിക്ഷ തന്നെയായിരുന്നോ, അല്ല ഒരു സാഹചര്യം തന്നെയായിരുന്നോ? അല്ല, കാരണം സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല, പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത്. ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ റിവീൽ ചെയ്തു എന്നാണ്. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി. കാരണം കുറെ മണിക്കൂർ അവര് ക്വസ്റ്റ്യൻ ചെയ്തു, ചോദ്യം ചെയ്തു, വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. അപ്പൊ ആ സമയത്തൊക്കെയുള്ള സംസാരത്തിലും അവർ വെരിഫൈ ചെയ്ത്, ചേട്ടന്റെ പോസ്റ്റ് ഒക്കെ എല്ലാവർക്കും കാണാവുന്ന പോസ്റ്റ് ആണല്ലോ, അപ്പൊ അതിനകത്തൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടായിരിക്കും പിന്നെ മിനിഞ്ഞാന്ന് രാത്രിയിലാണ് പിന്നീട് നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസും കൂടി ചേർത്തത്. അതുവരെയുള്ളത് എല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പൊ ഇത് നിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടാവും നോൺ ബെയിലബിൾ ഒഫൻസ് ചേർത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ഡിറ്റെയിൻ ചെയ്യേണ്ടി വന്നു. പിന്നെയാണ് ഇന്നലെ സമർപ്പിച്ചത്. അപ്പൊ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും പ്രോസിക്യൂഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ 75(1) എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു റിമാർക്കൊന്നും റിമാൻഡ് റിപ്പോർട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളിപ്പോ വിചാരിക്കണ ഇതിപ്പം ആദ്യം അറസ്റ്റ് നടക്കട്ടെ, 2 ദിവസം ആള് ഇല്ലാണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് കുറ്റം എന്താന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം എന്നൊരു മട്ടാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം വേറെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. വേറെ പല വിഷയങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട്. ഇനി അതെല്ലാം സപ്രസ് ചെയ്യാനുള്ള ഒരു എന്താണോ എനിക്കറിയില്ല, ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. പക്ഷെ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് ഇതല്ലേ. ചിലർക്ക് തോന്നാം അത് കൂടുതലാണ്, ചിലർക്ക് തോന്നാം ഇതിലൊന്നും ഒന്നുമില്ലല്ലോ, ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് തോന്നാം. അതിന്റെ പേരിൽ ഇപ്പോൾ ബെയിൽ വരെ റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഡയറക്റ്റ് നമ്മൾ ഒരാളെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും രാഹുൽ ഈശ്വർ സർ പറയുന്നത് പ്രകാരം അവരിലേക്ക് എത്താനുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സന്ദീർ വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ഫോട്ടോ ഉണ്ട്. അത് ആളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അതായത് ഹിന്റ് ഇട്ട് കൊടുത്തത് രാഹുൽ ഈശ്വർ തന്നെയാണ് എന്നത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പേര് പറഞ്ഞില്ലാത്തത് കൊണ്ട് ഒരാളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല അതിപ്പോ നമ്മള് ഇപ്പൊ നിയമം എന്താണ്, വാട്ട് ഡസ് ലോ സേ? ലോ പറയുന്നത് പേര് വെളിപ്പെടുത്താൻ പാടില്ല, ആളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ചെയ്തിട്ടില്ല. പിന്നെ അതിനോട് നിൽക്കുന്ന കാര്യങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഇതൊക്കെ സബ്ജക്റ്റീവാണ്. ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ചില വ്യക്തികൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ചില വ്യക്തികൾക്ക് മനസ്സിലാവില്ല. ഇതൊന്നും ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് ആയിട്ടുള്ള നിയമത്തിന് ഉള്ളിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രാഹുൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ അത് ബെയിലബിൾ അല്ലാത്ത രീതിയിൽ, ബെയിൽ പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഒഫൻസ്, അങ്ങനെ ഒരു ഒഫൻസേ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് കോടതിയിൽ പോലും പോലീസ് പച്ചക്കള്ളം പറഞ്ഞു എന്ന്. എന്താണ് ഈ പച്ചക്കള്ളം കൊണ്ട് രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്നത്? അതായത് കോടതിയിൽ ഇവര് പ്രോസിക്യൂഷൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മടിയും ഇല്ലാതെ അവർ എഴുതിയിട്ടുണ്ട്, നമ്മൾ നോട്ടീസ്
കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കൈപ്പറ്റിയില്ല. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ ശത്രുക്കൾ പോലും പറയില്ല. കാരണം രാഹുലിന് ഇതൊന്നും അങ്ങനെ ഒരു പേടിയുള്ള ഒരു കൂട്ടത്തിലല്ല. കാരണം സത്യം പറയുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് അത് കൈപ്പറ്റാതിരിക്കണം? അങ്ങനെ കൈപ്പറ്റാതിരിക്കുകയാണെങ്കിൽ ആള് പിന്നെ ഒളിവിൽ പോണ്ടേ? അപ്പൊ ആള് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പൊ അത് പച്ചക്കള്ളല്ലേ? അപ്പൊ ഇങ്ങനെ പോലീസ് ഇങ്ങനെ ഇതൊക്കെ വളരെ പുതിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കള്ളം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അത് പച്ചക്കള്ളം തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്, രാഹുൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ അവിടെ കോടതിയിൽ ഇന്നലെ കോട്ട് ചെയ്തു. രാഹുൽ പറഞ്ഞ രാഹുൽ പറഞ്ഞു എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടിരിക്കാൻ പറ്റാണ്ട് രാഹുലിന്റെ ബാക്കിൽ നിന്ന് പറയേണ്ടത് പച്ചക്കള്ളമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഇന്നലെ നേരിൽ കണ്ടപ്പോൾ ഇറങ്ങിയ ആ ഒരു ഇതിലാണ് പറഞ്ഞത് എന്താ പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. അവര് കൊണ്ടു തന്നു നോട്ടീസ്, നമ്മൾ കൈപ്പറ്റിയില്ല എന്നുള്ളത്. ഞങ്ങൾ എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു. ഒരു ദിവസം വൈകിട്ട് 4 മണിക്ക് ഞായറാഴ്ച വൈകിട്ട് വന്ന് ബെല്ലടിച്ചപ്പോൾ എന്ത് നോട്ടീസാണ് ഞങ്ങൾക്ക്? അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തിട്ടില്ല, നോട്ടീസ് തന്നിട്ടില്ല. എന്നിട്ട് പിന്നെ പറയാണ് നോട്ടീസ് തന്നു. എന്നിട്ട് അതും ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, പിന്നീടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് ചേർത്തതെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അതൊക്കെ പച്ചക്കള്ളമല്ലേ? ഇപ്പൊ പോലീസ് പറയുന്നത് പച്ചക്കള്ള എന്ന് പറയുമ്പോൾ നമ്മള് നീതി, ന്യായ വ്യവസ്ഥ ഇതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആണല്ലോ. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതിനേക്കാള് പുറത്തുവിട്ടൊരു ലൈവ് അതൊരു വിവാദമായിട്ട് മാറുന്നുണ്ട്. അതായത് ഇപ്പോ തെളിവ് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത് ഒരു കുറ്റം തന്നെയാണ്. പക്ഷേ ലൈവ് ഇട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം ഇവിടെയുണ്ട്, ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ പോവുകയാണ് എന്ന തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ലൈവ് ഇട്ടു. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കാണുന്നത്? കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ 14 ദിവസത്തെ ജയിൽവാസം അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കമന്റ്സ് ഇല്ല. കാരണം ലൈവ് വീട്ടിൽ നിന്ന് പോയ സമയത്ത് ചിലപ്പം വായനറിയാതെ വന്നു പോയതായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ പറഞ്ഞതുപോലെ നമുക്ക് നോട്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും വരില്ലായിരുന്നു. ആ ലൈവ് ഇട്ടപ്പോൾ അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ വളരെ പെട്ടെന്ന് വന്ന് ചെയ്തപ്പം നാച്ചുറലി ആരാണെങ്കിലും ഉണ്ടാവാവുന്ന ഒരു തെറ്റായിരിക്കാം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. മാം, ഇത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി എങ്കിൽ പോലും നമ്മൾ ഇന്നലെ സംസാരിച്ച സമയത്ത് ഒരു കമന്റ് കണ്ടു. അതായത് രാഹുൽ ഈശ്വറിന് വേണ്ടി ഭാര്യ ആയതുകൊണ്ട് സംസാരിക്കുകയാണ്, അതായത് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് മാത്രം മാമിന് പേഴ്സണലി ഒരു താല്പര്യമില്ല. കാരണം ഇതിനു മുമ്പ് പല സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും രാഹുൽ ഈശ്വർ നടത്തിയത് കൊണ്ട് തന്നെ മാമിന് പേഴ്സണലി താല്പര്യമില്ല. ഭാര്യയായി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബലിയാടാകുകയാണെന്നൊക്കെ ഒരു കമന്റ് കണ്ടു. അപ്പൊ അവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെയാണെന്ന് അവരോട് പറഞ്ഞു. കമന്റ് ഇട്ട ആരോടാണെങ്കിലും ഞാൻ നേരിട്ട് വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് എനിക്കിതൊന്നും താല്പര്യമില്ല. അപ്പൊ എന്റെ ഏതെങ്കിലും വളരെ ക്ലോസ് ആയ ഫ്രണ്ടാണോ ഇത് ഇട്ടേക്കുന്നത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞാൻ പോലും ചിന്തിക്കാത്ത ഇൻഫർമേഷൻ ആണെന്ന് എനിക്കറിയില്ല. അപ്പം അതൊന്നുമല്ല, അങ്ങനത്തെ അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടെന്ന് തോന്നില്ല. വളരെ ഇറലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആർക്കും വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ആർക്കും മനസ്സിലാവില്ല. മനസ്സിലായോ? അപ്പം ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതിനു മുൻപ് പല വിഷയങ്ങളും പുരുഷന്മാരുടെ ഇപ്പം മീറ്റു വന്ന സമയത്തൊക്കെ ചന്നം ഭിന്നം പല പുരുഷന്മാരുടെയും പേരുകൾ എടുത്ത് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അതെല്ലാം തെറ്റാണ് എന്ന് തിരിച്ചറിയിച്ച ഒരു മേജർ പ്രൈമറി സ്വരം രാഹുൽ ഈശ്വറിന്റെ തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നാളെ ഇപ്പൊ ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപിൽ വന്ന് നിൽക്കുന്നത്. കാരണം നാളെ എന്റെ പാച്ചിക്കുട്ടിനോ അല്ലെങ്കിൽ എന്റെ രണ്ടാമത്തെ ആൾക്കോ ഒരു 20 വർഷം കഴിഞ്ഞ് അവർക്ക് പോയി പറയാൻ ഒരു സംഘടന വേണം, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്വരം വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ മെൻസ് കമ്മീഷനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാഹുൽ സംസാരിക്കുന്നത്. അപ്പം ഒരു അമ്മ എന്ന രീതിയിലും എനിക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ ഇതൊന്നും വിലയിരുത്താൻ ആരും ആളല്ല. ഇതൊക്കെ തുടക്കം മുതൽ തന്നെ പുരുഷ സംഘടന എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ അതിന്റെ ഒരു ചർച്ചയും പ്രാധാന്യവും ഒക്കെ കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അസോസിയേഷൻ വേണം എന്ന തരത്തിലും വേണ്ട എന്ന തരത്തിലും 2 വിഭാഗവും ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയമാണെങ്കിലും ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് മെൻസ് കമ്മീഷൻ പോലെയുള്ള ഒരു സംഘടന ആവശ്യമായിട്ടുള്ളത്. കാരണം ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തില്ല, അവര് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് പറഞ്ഞില്ലേ. ഇതൊന്നും കോടതി പോലും വിലയിരുത്തുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റവാളിയാക്കി കഴിഞ്ഞതാണ്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. അത് രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തില്ല എന്നൊന്നും പറയാൻ മാത്രം ആ കേസിനുള്ളിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പുരുഷനാണ്
പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും സമൂഹം ഫെയർ ആയിരിക്കണം. അത് ആരുടെ നേരെ കൈ ചൂണ്ടുമ്പോഴാണെങ്കിലും നമുക്ക് ഉറപ്പ് വേണം ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ രാഹുൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞതിൽ കളവുണ്ടെന്നുള്ളത് 100% തുറന്നു കാട്ടുകയാണ്. അപ്പൊ അത് കൊണ്ടു. അപ്പൊ എല്ലാവർക്കും അത് പെൺകുട്ടീനെ ഇത് പറഞ്ഞു. അതിനകത്ത് ഫാക്ട് നോക്കാത്തത് എന്താണ്? അപ്പൊ ഈ ഫാക്ട് ഒന്നും നോക്കാതെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റക്കാരനാക്കി പറഞ്ഞത്. അപ്പൊ അതെല്ലാം കോടതിയുടെ പരിമിതിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഒരു വിഭാഗത്തിനെ മാത്രം ടോളറേറ്റ് ചെയ്യുകയും മറ്റൊരു വിഭാഗത്തിനെ ടോളറേറ്റ് ചെയ്യാത്ത ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ശരിയല്ല എന്നുള്ളതേ ഉള്ളൂ. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. മാത്രമല്ല ഇങ്ങനൊരു പ്രവണത നടക്കുമ്പോൾ കൂടുതലും യഥാർത്ഥത്തിൽ സഹായം വേണ്ട സ്ത്രീകളുടെ പരാതികളെയും അവരുടെ കരച്ചിലിനാണ് അതിന് വിലയില്ലാണ്ട് വരുന്നത്. കാരണം ഇനിയൊരു സ്ത്രീ ഇതേപോലെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൂ, ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേസിന്റെ വിശദാംശങ്ങളിൽ പോയാലേ അറിയുള്ളൂ. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സഹായം വേണ്ട ഒരു പെൺകുട്ടി കണ്ണുനീര് ഒഴുക്കുന്ന സമയത്ത് എല്ലാവരും പറയാൻ പോണത് വന്നു അടുത്ത രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള അടുത്ത കേസ് വന്നു അങ്ങനെ പറഞ്ഞിട്ട് അതിനൊരു പ്രാധാന്യം കുറയുകയാണ്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഫാക്ട്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ അത് കോടതി പറയട്ടെ. കുട്ടി ആണ് തെറ്റ്, കുട്ടി അത് അനാവശ്യമായിട്ട് രാഹുലിന്റെ പേര് വലിച്ചഴിക്കുകയാണെങ്കിൽ അതും പറയണം കോടതി. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം സ്ത്രീക്ക് എന്തും പറയാം, പുരുഷനായതുകൊണ്ട് മാത്രം പുരുഷൻ എന്തും ആവാം. ഈ രണ്ടും പാടില്ല എന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട്. അത് തെറ്റാണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്ന ഓരോ വാക്കിനും, അതായത് ഒരു കുത്തിനും കോമയ്ക്കും വരെ ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. പലപ്പോഴും ഞാനും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതൊരു ഉത്തരമുണ്ട്. ഇപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിറ്റേ ദിവസം അറസ്റ്റ് ഉണ്ടാകുന്നു. ആ സമയത്ത് പി ദിവ്യ എന്ന് പറയുന്ന ഒരു CPM നേതാവ് ഒരു പരിഹാസ രൂപേണ ഒരു പോസ്റ്റ് പങ്കുവച്ചു. പി ദിവ്യയെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. അപ്പോ അവര് പറയുന്നത് എല്ലാ രാഹുൽമാരും പുരുഷന്മാരിൽ എല്ലാവരും രാഹുൽമാരല്ല എന്നുള്ളൊരു പരിഹാസം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശ്വറിനെയും ഒരേപോലെ പരിഹസിച്ചതാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പം പോസ്റ്റ് ഞാൻ വായിക്കാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനറിയില്ല. എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ എല്ലാ രാഹുൽമാരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്, എന്ത് കോണ്ടെക്സ്റ്റിലാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ഇപ്പോ രാഹുൽ ഈശ്വർ നിരാഹാരം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാണുമ്പോൾ ഇതൊരു ആരോഗ്യസ്ഥിതി മോശമാകുന്ന രീതിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കാണുന്നുണ്ടോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് നമ്മളെ എന്താ പറയാ ഏറ്റവും നമ്മളെ വറി ചെയ്യിക്കുന്ന ഒരു കാര്യമാണത്. എത്രയും പെട്ടെന്ന് ആ ഒരു ബെയില് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആള് ടയർഡാവും. അപ്പം എന്തായാലും പോയി കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇറങ്ങാറായി. ഞാൻ പോയി കാണുവാണ്. കണ്ടിട്ട് എന്താണെന്നുള്ളത് തീരുമാനിക്കട്ടെ. എന്താ വെച്ചാൽ ഇന്നലെ രാത്രിയാണ് നമ്മൾ ഭക്ഷണം കൊടുത്തപ്പോൾ ആള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചില്ല എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. എന്തിനും എങ്ങനെയായിരുന്നു എന്ന് അറിയില്ല. പക്ഷെ ആള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ എത്രയും പെട്ടെന്ന് അത് ബെയില് കിട്ടണം എന്നുള്ളതല്ല, ഇത്രയും ബെയില് കിട്ടാതിരിക്കാൻ മാത്രമുള്ള എന്ത് ഒഫൻസ് ആണെന്നുള്ളതാണ് നമുക്ക് ഒട്ടും മനസ്സിലാവാത്തത്. പക്ഷെ ഇത് ആദ്യമായിട്ടല്ല, പണ്ട് ശബരിമല വിഷയത്തിലും അറസ്റ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക കാരണങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്നു അന്ന്. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആള് പെട്ടുപോയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗികാരോപണ പരാതി അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള പരാതി വരുന്നു. അതിന് ശേഷം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിനിടയിൽ ശബരിമല പോലുള്ള നിർണായകമായിട്ടുള്ള പല കേസുകളും ചർച്ച ചെയ്യപ്പെടുന്ന പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് ഇപ്പം ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിലും രാഹുൽ ഈശ്വർ ആയിരുന്നു അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ തെരുവിൽ ഇറങ്ങി എത്ര അമ്മമാരും എല്ലാവരും എതിരെ എന്താ പറയാ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഈ 2019 ആ സമയത്താണ് ഈ കളവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ മുൻപിൽ. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് അതും സംസാരമില്ല. ഇനിയിപ്പം രാഹുൽ ഈശ്വർ അറസ്റ്റിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിലും ഒരു അനക്കവും ഉണ്ടാവില്ല. അപ്പം ഒരാളെ സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അങ്ങ് ഇല്ലാണ്ടായിക്കോളൂല്ലോ. അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിതയാവുകയാണ്. കാരണം എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പം ഇത്രയും മാത്രം എന്താ ചെയ്തതെന്ന് മനസ്സിലാവണില്ല. അപ്പം പക്ഷെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് രാഹുൽ പറയണത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയും സപ്പോർട്ട് എന്നും വേണം. ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചൊരു വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അവിടെ തെറ്റുകാരൻ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ
കൈവിട്ടു പോയിരിക്കുന്നത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ലഭ്യമാകുന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവിട്ടതാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, തെളിവ് എടുക്കാനടക്കം പോലീസുകാർ ഒരു വലിയ കൂട്ടമായിട്ട് എത്തുകയും മണിക്കൂറുകളോളം ഇവിടെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അടക്കം പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. ആ ലാപ്ടോപ്പിൽ പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് വേണ്ടിയുള്ള കൂടുതൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത്.